മലയാളികൾക്ക് ആത്മധൈര്യത്തിന്റെ പ്രതീകമാണ് നടി മമത മോഹൻദാസ്. ജീവിതത്തിൽ തിരിച്ചടികൾ ഒന്നിലേറെ തവണ വന്നപ്പോഴും തകർന്നു പോകാതെ മുന്നോട്ട് നീങ്ങാൻ മമതയ്ക്ക് സാധിച്ചു. 2 തവണ മമത ക്യാൻസറിനെ അഭിമുഖീകരിച്ചു. ഇതിനിടെ വിറ്റിലിഗോ എന്ന ഓട്ടോ ഇമ്മ്യൂണിറ്റി കണ്ടീഷനും ബാധിച്ചു. ഇതെല്ലാം മമത നേരിടുകയും ചെയ്തു. 2011-ലാണ് മമത വിവാഹിതയായത്. സുഹൃത്തായ പ്രജിത്ത് പത്മനാഭനായിരുന്നു ഭർത്താവ്. 2012-ൽ ഇവർ വേർപിരിയുകയും ചെയ്തു. ഇതേക്കുറിച്ച് ഒരിക്കൽ മമത മോഹൻദാസ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിവാഹിതയാകുന്ന സമയത്ത് 24 വയസ്സാണ് പ്രായം. അതേ വർഷമാണ് എനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ക്യാൻസറിൽ നിന്ന് മുക്തി നേടാൻ ഉടൻ തന്നെ ഞാൻ വിവാഹം ചെയ്തു. ഒരു രക്ഷപ്പെടലായിരുന്നു അത്. അന്ന് ഒരുപക്ഷേ വിവാഹം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ബെസ്റ്റ് ഫ്രണ്ട് മതിയായിരുന്നു. ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ എക്സ്പ്രഷനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അത്രയൊന്നും ഞാൻ ആലോചിച്ചിരുന്നില്ല. 6 മാസത്തിനുള്ളിൽ ആ വിവാഹബന്ധത്തിൽ നിന്ന് പുറത്തു വന്നു. ഒരു വർഷത്തിനുള്ളിൽ ഡിവോഴ്സായി. മമത മോഹൻദാസ് പറഞ്ഞതിങ്ങനെ: വിവാഹമോചന വാർത്ത ജനങ്ങളെ അറിയിക്കുന്നതിനെക്കുറിച്ചും അന്ന് മമത മോഹൻദാസ് സംസാരിച്ചു. ഇനിയൊരു വാർത്തയുമായി വരേണ്ടി വന്നതിന് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നു. എന്നാൽ ഇതെനിക്ക് വർക്കൗട്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ബന്ധത്തിൽ നിന്നും പുറത്തു വന്നതെന്നും താൻ ജനങ്ങളെ അറിയിച്ചതെന്നും മമത പറഞ്ഞു. എങ്ങനെയുള്ള പങ്കാളിയാണ് എനിക്ക് വേണ്ടത് എന്ന ശ്രദ്ധാലുവാണ്. ഒരു റിലേഷൻഷിപ്പ് വർക്കാകാൻ വേണ്ടി പൂർണ്ണ ഉത്തരവാദിത്തം എടുക്കുന്ന ആളാണ് ഞാൻ. പങ്കാളി എത്ര പെർഫെക്റ്റാണെന്ന് ലോകം ചിന്തിച്ചാലും ശരിക്കും അവൻ അങ്ങനെ ആയിരിക്കില്ല. അത് വളരെ സ്വകാര്യമായ കാര്യമാണ്. ആ രണ്ടുപേർ തന്നെ അത് പരിഹരിക്കണം. അത് മറ്റൊരാളുടെ ജോലിയല്ല. ഇൻലോസിൻ്റെയോ പാരൻസിൻ്റെയോ പോലും ജോലിയല്ല. പുരുഷനും സ്ത്രീയും ഈ ജേണറിൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ അവബോധമുണ്ടാകണം. ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലതെന്ന് മമത മോഹൻദാസ് പറഞ്ഞു.